ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ മാർക്കറ്റ് ഡേ ആണ്. ഒക്ടോബർ 2 ഇവിടെ മാർക്കറ്റ് ഡേ ആണ്. മാർക്കറ്റ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ യൂണിവേഴ്സിറ്റി ഒരുപാട് ഷോപ്പൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ചീപ്പ് റേറ്റിനൊക്കെ സാധനങ്ങൾ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ സെമസ്റ്ററിൽ ഫസ്റ്റ് മാർക്കറ്റ് ഡേ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ല, അപ്പോൾ മാർക്കറ്റ് ഡേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ യൂണിവേഴ്സിറ്റി പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് മാർക്കറ്റ് ഡേയുടെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഓക്ലാൻഡിൽ നല്ല മഴയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങിയ സമയത്ത് നിന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മുടെ സിറ്റി റെയിൽ ലിങ്കിൻ്റെ പണി നടക്കുക കേട്ടോ. ഓക്ലാൻഡ് സിറ്റി റെയിൽ ലിങ്കിൻ്റെ ഒരു MRT വരുന്നുണ്ട്, അതിൻ്റെ പണിയാണ്. അങ്ങനെ ഞാനെപ്പോഴും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ആൽബർട്ട് പാർക്ക് കയറിയിട്ടാണ് പോകുന്നത്. അതുവഴിയാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലോട്ട് എത്താൻ പറ്റും. ഞാൻ വന്ന സമയത്തൊക്കെ റോഡ് വഴിയായിരുന്നു പോകുന്നത്. ഇപ്പോൾ ഞാൻ എന്തായാലും സ്റ്റെപ്പ് കയറി പാർക്ക് വഴിയാണ് എപ്പോഴും പോകുന്നത്. ഈ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് പാർക്ക് കാണാൻ ഒരു അടിപൊളി ഭംഗിയാട്ടോ. പച്ചപ്പും പൂക്കളും ഒക്കെ നല്ല ഭംഗിയാണ് ആൽബർട്ട് പാർക്ക് കാണാനായിട്ട്. കണ്ടില്ലേ എന്താ ഭംഗിയല്ലേ. അപ്പോൾ പോകുന്നതും വരുന്നതും ഒക്കെ ഇതിലെ കൂടെ തന്നെ കേട്ടോ. പിന്നെയും ചാറ്റൽ മഴയുടെ ഇതും കൂടെ ഉണ്ടെങ്കിൽ കാണാൻ അടിപൊളിയാണ്. ഈവനിങ്സിൽ നല്ല തിരക്കാണ് കേട്ടോ പാർക്കിൽ. ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് സ്പെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നതൊക്കെ സമയം ഈവനിങ്സിലാണ് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ടാണ് എല്ലാ ചെടിയും പൂത്തിട്ട് മരങ്ങളൊക്കെ ഈ വിൻ്റർ കഴിഞ്ഞ് തളിരില വരില്ലേ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ ഫ്ലവേഴ്സൊക്കെ നല്ല രീതിയിലാട്ടോ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പൂക്കളുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ആയാലും ഈ ട്രീയും അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ എല്ലാ ഫുൾ മെയിൻ്റനൻസും അടിപൊളിയായിട്ടാണ് ഇവർ പാർക്ക് നോക്കുന്നത്. നല്ല വൃത്തിയാണ്, എപ്പോഴും നല്ല ക്ലീനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാരെല്ലാവരും എപ്പോഴും ഇവിടെ വന്നിരിക്കും. ഈ പോച്ചയിലൊക്കെ നമുക്ക് ഇരിക്കാം കേട്ടോ. ഈ പച്ചപ്പുല്ലിൻ്റെ അതിനകത്തൊക്കെ ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഡേ ആയതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്രീ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഡേ ആയതുകൊണ്ട് നല്ല ഫ്രീ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഡേ നടക്കുന്നത് നമ്മുടെ ഞാൻ കാണിച്ചിട്ടുണ്ട് AUSA ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ ഡ്രിങ്ക് ആൻഡ് ചിൽ, അതായത് ഫുഡ് കോർട്ടിൻ്റെ അവിടെയാണ് മാർക്കറ്റ് ഡേ എപ്പോഴും നടത്തുന്നത് അവർ. അപ്പോൾ ഞങ്ങൾ അവിടെ മാർക്കറ്റ് ഡേയുടെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു 3-4 കമ്പനീസ് ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വരുമെന്ന് പറഞ്ഞു. പണ്ട് ഞാൻ ഒരു കരിയർ എക്സ്പോ കാണിച്ചിട്ടുണ്ട്. അത്രയും വലിയതല്ല, എന്നാലും അത്യാവശ്യം കുറച്ച് കമ്പനീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ജസ്റ്റ് മീറ്റ് ചെയ്തു. അവരും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനൊക്കെ മോശമാണ് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, അതൊക്കെ തന്നെ പറഞ്ഞത്. അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ മഞ്ചി മാർട്ടിലോട്ടാണ് പോയത്. മഞ്ചി മാർട്ടി വല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയാനായിട്ട് പോയി. മാർക്കറ്റ് ഡേ അല്ലേ, കാര്യമായിട്ട് മഞ്ചി മാർട്ടിൽ ഒട്ടും ഓഫേഴ്സൊന്നും ഇല്ലായിരുന്നു, എന്നത്തെയും പോലെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഈ ചോക്ലേറ്റിനൊക്കെ കുറച്ചൊക്കെ ഓഫേഴ്സ് ഇട്ടേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല. പിന്നെ നമ്മുടെ മാർക്കറ്റ് ഡേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. ഇപ്പം അതായത് ഈ സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക്. ചില കോഴ്സസിന് സെപ്റ്റംബർ ഇൻടേക്ക് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഇവൻറ്റും പ്രോഗ്രാംസും ഒക്കെ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നത് മെയിനായിട്ടും അവരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ്. അവർക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ മാർക്കറ്റ് ഡേ അത്യാവശ്യം നല്ല വിലക്കുറവാണ് സാധനങ്ങൾക്കൊക്കെ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഈ നെക്ലേസിൻ്റെ കളക്ഷനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ വില കുറവാണെങ്കിലും നമ്മളാരും അങ്ങനെ നെക്ലേസ് അങ്ങനെയുള്ളതൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവരും ഓരോ പെയിൻറ്റിങ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരും ഇങ്ങനെ വിൽക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, കുട്ടികളുടെ ആയാലും. അതുപോലെ തന്നെ ഇയറിങ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്യാൻഡിൽസ്. ആദ്യം ഞാൻ വെച്ചത് പേസ്ട്രിയും ഒക്കെയാണ്, പക്ഷേ അത് ക്യാൻഡിൽസ് ആയിരുന്നു. പിന്നെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കുറേ ഉണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ നല്ല ചീപ്പായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ചീപ്പായിരുന്നു. സ്മാൾ ടോപ്പ് $5 $3 അത്രയൊക്കെ ആയിരുന്നു അവർ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഡ്രസ്സിൻ്റെ കളക്ഷൻസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് തന്നെ നല്ല ചീപ്പ് റേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഷോപ്പാണ്. സത്യത്തിൽ ഇന്ന് ഈ ഷോപ്പ് ഞങ്ങളെ പറ്റിച്ചു. അവർ ഒട്ടും ഓഫേഴ്സൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഉള്ളതൊക്കെ കൂട്ടിയിട്ടിട്ട് പിന്നെ ഓഫർ എന്നവർ പറയുക ചെയ്തത്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ആരും തന്നെ അവിടെ നിന്നൊന്നും വാങ്ങിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ മെഹന്തി സെക്ഷനിലോട്ട് വന്ന് മെഹന്തി സെക്ഷൻ ഞാൻ മെഹന്തി ഇട്ടു. മെഹന്തി അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ മെഹന്തി ഇടുന്നത്. അവൾ ബാക്കിയുള്ളവർക്കെല്ലാം
ഇത് കാശിനാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഇട്ടതാണ് മെഹന്തി. അടിപൊളിയായിട്ടുള്ള മെഹന്തി ഇടും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മെഹന്തി ഡിസൈൻസും കാര്യങ്ങളും എല്ലാം അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ പെയിൻറ്റിങ്സും വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെഹന്തി ഫൈനൽ ഇതാണ് ലുക്ക് വന്നിരിക്കുന്നത് മെഹന്തിയുടെ. അങ്ങനെ പിന്നെ മാർക്കറ്റ് ഡേ നന്നായിട്ട് തന്നെ പോയി. ഇടയ്ക്ക് നമ്മുടെ ഇവിടെ ഒരു ഇന്ത്യൻ ഷോപ്പുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വീഗൻ നഗ്ഗറ്റ്സ് മേടിച്ചു. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത് കഴിക്കുന്നത്. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ 4 മണി വരെയായിരുന്നു നമ്മുടെ മാർക്കറ്റ് ഡേ. അതെല്ലാം അവസാനിച്ചത് കണ്ട ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെയായി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. തിരിച്ച് ഞാൻ ആൽബർട്ട് പാർക്ക് വഴി ആട്ടോ പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.